ഹരേ കൃഷ്ണ, രാധേ രാധേ. വളരെ ദിവസങ്ങൾ കൂടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ഇടുന്നത്. ഇത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ രാജ്യം വളരെ ശക്തിമത്തായിട്ടുള്ള ഒരു കാര്യം ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് നിന്നിട്ട് അങ്ങേയറ്റം ഭീതിതമായിട്ടുള്ളൊരു മുഖം ഭയപ്പെടുത്തുന്ന ലോകത്തുള്ള സകല രാജ്യങ്ങളെയും, ഇന്ത്യയെ മാത്രമല്ല, കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഒരു ഈശ്വര ആരാധനയുടെ പേരിൽ അത് പേരും പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും സമാധാനം നശിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവർ ശരിക്കും ഒരിക്കലും ഒരു ഈശ്വരനെ ആരാധിക്കുന്നവരാണ് എന്ന് പറയുക വയ്യ. കാരണം ഈശ്വരനെ ആരാധിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഇത്തരത്തിൽ ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. പൈശാചികമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യണത് നമുക്ക് തന്നെ അറിയാം. പഹൽഗാവിൽ നടന്നതായിട്ടുള്ള കൃത്യം, അതുപോലെ എത്ര എണ്ണി പറയാനാണെങ്കിൽ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഈശ്വരാരാധനയാണ് എന്ന് ന്യായീകരിക്കാൻ ആരും ശ്രമിക്കരുത്. അതൊന്നും ഈശ്വരാരാധനയല്ല. ഈശ്വരൻ സ്നേഹസ്വരൂപനാണ്. അത് ഏത് മതത്തിലായാലും ശരി, ഭഗവാൻ പ്രേമസ്വരൂപനാണ്. അപ്പോൾ ആ സ്നേഹം, ആർദ്രത, കാരുണ്യം ഇതൊന്നും ഇല്ല എങ്കിൽ അതൊരിക്കലും ഈശ്വരാരാധന ആവില്ല. അത് പൈശാചികമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളത് ചെയ്യണത്. ആ സമയത്ത് കാരുണ്യമില്ലെങ്കിൽ ഈശ്വരൻ കാരുണ്യത്തിൻ്റെ നിറകുടാണ്. എല്ലാ മതങ്ങളും പറയണതാണ്. ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? സർവേശ്വരൻ, അവിടുന്ന് മഹാദയാസിന്ധുവാണ്. ഇപ്പം മേൽപ്പത്തൂർ നാരായണീയത്തിൽ പറയും, കൃഷ്ണ കാരുണ്യ സിന്ധു. ആരാ? ഗുരുവായൂരപ്പൻ കരുണാസമുദ്രമാണ്. അവിടുന്ന് സകല ചരാചരങ്ങൾക്കും സുഖം ഉണ്ടാവണം. അത് മനുഷ്യർക്ക് മാത്രമല്ല, ഉറുമ്പിനുൾപ്പെടെ സകല ചരാചരങ്ങൾക്കും സൗഖ്യം ഉണ്ടാവണം. സകല ചരാചരങ്ങളിലേക്കുമാണ്. ഇപ്പോൾ മഴ പെയ്യണത് മനുഷ്യർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഭൂമിയിൽ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവാം ഭൂമിയിൽ. ഇവിടെ ഒരു ചെടിയിൽ പൂ വിരിയണത് മനുഷ്യർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, അതിലെ തേനെടുക്കുന്നുണ്ട്. അതിലെ തേനെടുത്തിട്ടാണ് ചെറിയ ചെറിയ ജീവികൾ പോലും ജീവിക്കണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാൻ സകല ചരാചരങ്ങളെ നിലനിർത്തുന്ന ആളുകൾ. അവനവൻ്റെ കർമ്മത്തിനനുസരിച്ച് ഓരോരുത്തർക്ക്, ചിലർ ഉറുമ്പിൻ്റെ ശരീരമായിരിക്കാം, മനുഷ്യരുടെ ശരീരമായിരിക്കാം, മറ്റ് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശരീരമായിരിക്കാം, വൃക്ഷലതാദികളായിട്ട് അവനവൻ്റെ കർമ്മ പ്രാരബ്ധാനുസൃതം ഓരോരോ ശരീരങ്ങളിലേക്ക് ഓരോരുത്തർ വരുന്നു. ഇതിലുള്ള സകല ചരാചരങ്ങളെയും പോറ്റുന്ന ആളാണ് ഭഗവാൻ. അവിടുന്ന് ദയാസിന്ധുവാണ്. അപ്പോൾ ഈശ്വരൻ്റെ പേരും പറഞ്ഞ് ഈ എന്താ പറയുക, പൈശാചികമായിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ ഒരിക്കലും ഈശ്വര ആരാധനയല്ല ചെയ്യണത്. അവർ പൈശാചികമായ, അങ്ങേയറ്റം താമസികമായിട്ടുള്ള, രാക്ഷസീയമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ ശക്തമായിട്ട് ഭാരതം ഇപ്പോൾ പ്രതികരിക്കുകയാണ്. നമ്മളുടെ അഭിവന്ദ്യനായിട്ടുള്ള ഭാരതത്തിലുള്ള സകല ആളുകൾക്കും അങ്ങേയറ്റം പ്രിയങ്കരനായിട്ടുള്ള നമ്മളുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, അദ്ദേഹം വളരെ ശക്തിമത്തായിട്ട് തന്നെ, അദ്ദേഹത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ നമ്മുടെ മന്ത്രിമാരെല്ലാ പേരും തന്നെ രാജ്യം ഒന്നടങ്കം, സൈന്യം അതിൽ വളരെ പ്രവർത്തന നിരതരായിട്ട്, കർമ്മസജ്ജരായിട്ട് അത്തരത്തിലുള്ള ഭയത്തെ, ഭാരതത്തിലെ ബാധിച്ചതായിട്ടുള്ള, ഈ ഭാരതത്തിന് ഭയം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ബാധിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ആ ഭയത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശക്തിമത്തായിട്ട് പ്രവർത്തിക്കേണ്ട ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഭാരതത്തിന് സപ്പോർട്ട് ചെയ്യേണ്ട ഈ സമയത്ത് നമ്മളെല്ലാ പേരും നമ്മുടെ രാഷ്ട്രത്തെ സ്നേഹിക്കാൻ പഠിക്കണം. നമുക്ക് നമ്മുടെ രാഷ്ട്രമാണ് വലുത്. ഏതവസ്ഥയിലും നമ്മളൊരു കാര്യം, നിങ്ങൾ ഏത് മതത്തിൽ വിചാരിക്കുന്ന, ഏത് സമ്പ്രദായത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായാലും ശരി, നിങ്ങൾ ആ സാധനയായാലും ഭജനയായാലും വാട്ട് എവർ ഇറ്റ് മേ ബി, യു ആർ ഡൂയിങ് ഇറ്റ് സിംപ്ലി ബിക്കോസ് യുവർ കൺട്രി ഈസ് പ്രൊട്ടക്റ്റഡ്, യുവർ ടെറിട്ടറി. നിങ്ങൾ അത് ചെയ്യണം. നമ്മുടെ രാജ്യം നമ്മെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. ഈശ്വരനാണ് സംരക്ഷിക്കുന്നത് എല്ലാവരും. ഒരിക്കലും അതല്ല ഞാൻ പറഞ്ഞത്. ആത്യന്തികമായി ഭഗവാൻ തന്നെയാണ് എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നത്. ഈശ്വരൻ തന്നെയാണ്, ഗുരുവായൂരപ്പൻ തന്നെയാണ് സകല ചരാചരങ്ങളെ സംരക്ഷിക്കുന്നത്. അത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഭഗവാൻ പല ഉപാധികളെ അല്ലെങ്കിൽ പല ഉപകരണങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി പല സമയത്തായിട്ട്. അത്തരത്തിൽ എപ്പോഴും നമ്മുടെ രാഷ്ട്രം തന്നെയാണ് നമുക്ക് വേണ്ടതൊക്കെ നൽകുന്നത്. രാഷ്ട്രത്തെ ആദ്യം സ്നേഹിക്കാൻ പഠിക്കുക, നന്നായി സ്നേഹിക്കുക, രാഷ്ട്രത്തോട് അങ്ങേയറ്റം കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കുക.
എപ്പോഴും നമ്മൾ ഭാരതീയർ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്, ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആചാര്യന്മാർ, വസുധൈവ കുടുംബകം, രാഷ്ട്രം എന്ന ഭൂമി മുഴുക്കെ ഒരു കുടുംബമാണ്. അതാണ് നമ്മളുടെ ദർശനം, ഭാരതത്തിൻ്റെ ദർശനം, സനാതനധർമ്മത്തിൻ്റെ ദർശനം അതാണ്. വി ലവ് എവ്രിബഡി. നമുക്ക് ആരും ശത്രുക്കളായിട്ടോ വെറുക്കാനോ ആരുമില്ല. പക്ഷേ നമ്മളെ ആക്രമിക്കാൻ അത്ര മനോഹരമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ആ സാഹോദര്യം അല്ലെങ്കിൽ ആ സൗഹൃദത്തിൻ്റെ ആ സൗഹൃദം നിറഞ്ഞതായിട്ടുള്ള ഹൃദയത്തിന് ഉടമകളായിട്ടുള്ള ആ ചിന്താധാരയ്ക്ക് ഉടമകളായിട്ടുള്ള ഈ സനാതനധർമ്മത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഭാരതത്തിൽ അനാവശ്യമായിട്ടുള്ള അസമാധാനം ഉണ്ടാക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, സമാധാനം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ്. നമ്മൾ നിശ്ചയമായും നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാൻ ആദ്യം പഠിക്കുക. സി, എവ്രി വൺ ഓഫ് us ഷുഡ് തിങ്ക് ഓഫ് അവർ നേഷൻ അറ്റ്ലീസ്റ്റ്. എല്ലാ ദിവസവും നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് നമ്മുടെ രാജ്യത്തെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ള ഒരു ചിന്താധാര നമ്മളിൽ എല്ലാവരിലും, അത് കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കണം, മുതിർന്നവരിൽ ഉണ്ടാവണം. യെസ്, വി ആർ പ്രൊട്ടക്റ്റഡ് ബൈ അവർ നേഷൻ. അത് ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പം രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് നമ്മളെ ഒരു കാരണവശാലും, ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരോ ആയിക്കൊള്ളട്ടെ, മതമല്ല പ്രധാനം. നിങ്ങൾക്ക് മതം, അവനവൻ്റെ മതം എന്ന് പറയുന്നത് അവനവൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങൾക്ക് ഭഗവാനോടുള്ള ബന്ധം നിങ്ങളുടെ ഹൃദയബന്ധമാണ്. പക്ഷേ നിങ്ങൾക്ക് ഭൗതികമായ നിങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് നിങ്ങളുടെ വീട്ടിലിരുന്നിട്ടാണ് നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷേത്രത്തിലോ ആശ്രമങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ സെമിനാരികളിലോ എവിടെ ഇരുന്നിട്ടായാലും നിങ്ങളെ അവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ സാധിക്കുന്നത്? യു ആർ പ്രൊട്ടക്റ്റഡ് ദെയർ. അവിടെ സമാധാനം ഇല്ലെങ്കിൽ സമാധാനമായ സാഹചര്യം നിങ്ങൾക്ക് നിലനിർത്തി തരുന്നത് അതാണ്. ഡെഫിനറ്റ്ലി നമ്മുടെ രാഷ്ട്രമാണ് നമുക്ക് നൽകുന്നത്. രാഷ്ട്രത്തോടുള്ള ഉത്തരവാദിത്വം നമ്മളെല്ലാവരും കൃത്യമായിട്ടും നിറവേറ്റണം. അത് നികുതി അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായാലും ശരി, ഓരോ കാലാകാലങ്ങളിൽ രാഷ്ട്രം നിർദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളായാലും ശരി, വി ഷുഡ് സിംപ്ലി ഒബേ ആൻഡ് കോപ്പറേറ്റ് വിത്ത് അവർ നേഷൻ ഇൻ ഓൾ ആസ്പെക്ട്സ്. എങ്കിൽ മാത്രമേ നമ്മളുടെ സമൂഹത്തിന് പുരോഗതി ഉണ്ടാവുള്ളൂ. വിശേഷിച്ച് ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ ഉള്ള നേതൃത്വം, നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷാജി, രാജ്നാഥ് സിംഗ്, ഇങ്ങനെയുള്ള അതിശക്തന്മാരായിട്ടുള്ള അഴിമതിയുടെ കറ പോലും പുരളാത്ത, ഈശ്വര കാരുണ്യം കൊണ്ട് അങ്ങേയറ്റം സാമർഥ്യമുള്ളവരായിട്ടുള്ള നേതൃത്വമാണ് ഉള്ളത്. അവരിൽ എല്ലായ്പ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു, ശ്രീ ഗുരുവായൂരപ്പൻ്റെയും അതുപോലെ തന്നെ സകല ഋഷി പരമ്പരകളുടെയും എല്ലാവരുടെയും ആശീർവാദം അവർക്കൊക്കെ വേണ്ടുവോളം ഉണ്ടാവട്ടെ. വിശിഷ്യ നമ്മളുടെ നമുക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. നമ്മളെല്ലാവരും വീട്ടിൽ 3 നേരം നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പ്രശ്നം ഈ യുദ്ധത്തിൻ്റെ ഈ ആക്രമണങ്ങൾ തീരെ വരാത്ത ദിക്കിൽ ഉള്ളിലൊക്കെ താമസിക്കുന്ന ആളുകൾ സുഖമായിട്ട് 3 നേരം ഭക്ഷണമൊക്കെ കഴിച്ച് പാട്ടുമൊക്കെ കേട്ട് ഇപ്പോഴും സന്തോഷിച്ചിരിക്കുന്നുണ്ടാവാം, സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവാം. പക്ഷേ ഈ ഉറക്കവും ഇത്തരത്തിലുള്ള ഒരു സൗഖ്യവും എല്ലാ സുഖങ്ങളും ത്യജിച്ചിട്ട് കടലിലും ആകാശത്തും അല്ലെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിലുമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ശത്രുക്കളോട് പോരടിക്കുന്ന ഒരു കൂട്ടരുണ്ട്. നമ്മളുടെ സ്വന്തം സഹോദരന്മാരും സഹോദരിമാരുമായിട്ടുള്ള ആളുകൾ, സൈന്യത്തിലുള്ള ആളുകൾ. അവരെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുക, നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. അവർക്ക് എല്ലാ തരത്തിലുള്ള മനോബലവും ബുദ്ധിബലവും അതുപോലെ തന്നെ കർമ്മശേഷിയും ലക്ഷ്യപ്രാപ്തിയിൽ എത്താനുള്ള സാമർഥ്യവുമൊക്കെ ഈശ്വരൻ ഗുരുവായൂരപ്പൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ജസ്റ്റ് ഓൾവേസ് തിങ്ക് ഓഫ് യുവർ നേഷൻ ഫസ്റ്റ്. രാജ്യത്തിന് പരമപ്രാധാന്യം നൽകുക. അത് കഴിഞ്ഞിട്ട് മതി ബാക്കി എന്തും. അത് ഈശ്വരാരാധന നിങ്ങൾ ചെയ്യേണ്ട എന്നല്ല പറഞ്ഞത്. അവരവരുടെ മതങ്ങളിൽ ഉള്ള രീതിയിൽ ഈശ്വരനെ നിങ്ങൾ ആരാധിച്ചോളൂ. ബട്ട് നേഷൻ ഷുഡ് കം ഫസ്റ്റ്. രാഷ്ട്രമാണ് വലുത്. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് മനോബലവും അവനവൻ്റെ ശരീരബലവും ബുദ്ധിയും ഒക്കെ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ നമുക്കൊക്കെ സാധിക്കണം. ലോകത്തെ എല്ലായിടത്തും സകല ചരാചരങ്ങളും സന്തോഷത്തോടു കൂടിയിട്ട് പരസ്പരം സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടിയിട്ട് കഴിയണം. അതിന് ഇപ്പോൾ ഭാരതം ചെയ്യുന്നതായിട്ടുള്ള കാര്യം, ലോകത്തിൽ നിന്നിട്ട് തന്നെ ആ ഭയത്തിൻ്റെ ഒരു ആവരണം ഉന്മൂലനം ചെയ്യുന്നതിനായി മാറട്ടെ.
അതിന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാധേ രാധേ.